In this video, we can see an example of regression. This is one of the important example. എപ്പോഴും normally ഈ example നമുക്ക് question papersൽ കാണാൻ പറ്റും. In order to find factorial using regression. ഒന്നില്ലെങ്കിൽ നിങ്ങളോട് explain regression with an example എന്നാവും ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് factorial of a number, find the factorial of a number using regression എന്നായിരിക്കും ചോദിക്കുക. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ തന്നെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്തു. ഫാക്ടോറിയൽ ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയൽ ആണോ കാണേണ്ടത് ആ നമ്പർ നമ്മൾ റീഡ് ചെയ്തു. ആ നമ്പർ വെച്ച് നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തു. ദിസ് ഇസ് കോൾ ബൈ വാല്യൂ. സോ ഈ ഒരു സെൻറ്റൻസ് വരുമ്പോൾ എന്താവും ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലൈനിലേക്ക് വരും. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫാക്ടോറിയൽ കാണുക? ഇഫ് ദ നമ്പർ ഇസ് 1 ഓർ ഗ്രേറ്റർ ദാൻ 1, 1ഓ 1ൽ കൂടുതലോ ആണെങ്കിലാണ് നമുക്ക് ഫാക്ടോറിയൽ കാണേണ്ടത്. 1ലേക്കാളും കുറവാണെങ്കിലോ, ദാറ്റ് ഇസ് ഇപ്പോൾ 0 ആണെങ്കിൽ അതിൻ്റെ ഫാക്ടോറിയൽ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്, ഇവിടേക്ക് റിട്ടേൺ ചെയ്യേണ്ടത് 1 എന്നാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? ഫാക്ടോറിയലിൻ്റെ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഫാക്ടോറിയൽ കാണുക? ഫാക്ടോറിയൽ ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ഇക്വേഷൻ? n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എഗെയിൻ ദിസ് ഫംഗ്ഷൻ ഇസ് ബീങ് കോൾഡ്. ഈ ഫംഗ്ഷനെ നമ്മൾ പിന്നെയും കോൾ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഒരു റിക്കർസീവ് കോൾ ഇവിടെ. മനസ്സിലാവുണ്ടോ? n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇഫ് ഐ വോണ്ട് ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് 3, 3ൻ്റെ ഫാക്ടോറിയലാണ് എനിക്ക് കാണേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ്? 3 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഏത് ലൈനാണ്? ഈ ലൈനാണ് വർക്ക് ചെയ്യുക. ദാറ്റ് ഇസ് റിട്ടേൺ ചെയ്യേണ്ടത് എന്താ? 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 മൈനസ് 1. ഇതെനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമോ? ഇല്ല. എഗെയിൻ ഞാനൊരു റിക്കർസീവ് കോൾ നടത്തിയിരിക്കുകയാണ്. ഈ ഫംഗ്ഷനെ പിന്നെയും കോൾ ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുക. എഗെയിൻ ഫാക്ടോറിയൽ ഓഫ് 3 മൈനസ് 1, ദാറ്റ് ഇസ് ഫാക്ടോറിയൽ ഓഫ് 2 വർക്ക് ചെയ്യും. ഫാക്ടോറിയൽ ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റിട്ടേൺ ചെയ്യുക? 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 മൈനസ് 1. എഗെയിൻ ഈ ഫാക്ടോറിയൽ വിളിച്ചു. അപ്പോൾ എഗെയിൻ ഇതിൻ്റെ ഇത് കാണും. ദാറ്റ് ഇസ് ഫാക്ടോറിയൽ ഓഫ് 2 മൈനസ് 1 ഇസ് ഫാക്ടോറിയൽ ഓഫ് 1. ഫാക്ടോറിയൽ ഓഫ് 1 എങ്ങനെയാണ് കാണുക? റിട്ടേൺ 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1 മൈനസ് 1. ഫാക്ടോറിയൽ ഓഫ് 1 മൈനസ് 1 ഇസ് ഫാക്ടോറിയൽ ഓഫ് 0, ദാറ്റ് ഇസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് പെർഫെക്റ്റ് ഒരു ആൻസർ കിട്ടി. ഇനി 1ൽ നിന്നോ? ഇല്ല. ഇവിടെ നമുക്ക് പിന്നെയും നമ്മൾ ബാക്ക്വേർഡ് ട്രാവേഴ്സിൽ നടക്കും. ഈ 1നെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് വരും? 1 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. എഗെയിൻ ഈ 1 എന്ന് പറഞ്ഞ ആൻസർ നമ്മൾ എഗെയിൻ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഇസ് 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1 എന്നല്ലേ? ഫാക്ടോറിയൽ ഓഫ് 1 നമുക്ക് 1 ആണ് കിട്ടിയത്. സോ 2 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 2. ആൻസർ കിട്ടി. ഇനി എഗെയിൻ ഇതിവിടെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഇസ് 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2. ഫാക്ടോറിയൽ ഓഫ് 2ൻ്റെ വാല്യൂ എന്താ? 2 എന്നാണ് നമുക്ക് കിട്ടിയത്. സോ 3 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 6. ഇനി എവിടേക്കെങ്കിലും പോകാനുണ്ടോ? ഇല്ല. സോ ദ ഫാക്ടോറിയൽ ഓഫ് 3 ഇസ് 3 ഇൻറ്റു 2 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 6 ആണ്. സോ വി ഗോട്ട് ദ ഫൈനൽ ആൻസർ. സോ ആദ്യം നമ്മൾ ഫാക്ടോറിയൽ ഫംഗ്ഷനെ നമ്മൾ ഏറ്റവും അവസാനത്തെ ഫാക്ടോറിയൽ ഫംഗ്ഷൻ വരെ വിളിച്ചിട്ട് പിന്നെ നമ്മൾ ബാക്ക്വേർഡ് ട്രാവേഴ്സിൽ നടത്തും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിക്കർഷൻ ഓർ റിക്കർസീവ് കോൾ. സോ ദിസ് ഇസ് ദ റിക്കർസീവ് കോൾ ഹിയർ. ഇവിടെ ഇതാണ് റിക്കർസീവ് കോൾ. സോ ഫാക്ടോറിയൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാക്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഈ ഫാക്റ്റിൽ ആ വാല്യൂ ഫാക്ടോറിയലിൻ്റെ ആൻസർ വരും. അത് നമുക്ക് പ്രിൻറ്റ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് finding factorial of a number using recursion.